നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയായിരുന്നു. യാത്ര പോയ സമയത്ത് ഞാനൊരു ആക്സിഡന്റ് കാണാനിടയായി. അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു. ഒരു വാഹനത്തിൻ്റെ ഒരു സൈഡ് ഫുള്ള് പോയി, ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ടയർ ഒടിഞ്ഞ് അകത്തോട്ട് പോയി. ഇങ്ങനെ ഒരു പ്രശ്നമായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പോൾ തന്നെ എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ഈ വാഹനം വീട്ടിലോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്താണ് ഇവർ ഫസ്റ്റ് ചെയ്യുന്നത്, ഇവർ ശരിക്കും ടെൻഷനായി പോകത്തില്ലേ എന്ന് ചോദിച്ചൊരു കാര്യം. അന്നേരം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത്, അതായത് നമ്മുടെ വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിപ്പോൾ ഒരു ദൂരെ പോകുന്നൊരു സമയത്താണ് ഈ പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 പോയിന്റ്സിനെ കുറിച്ച് ആണ് ഞാനിവിടെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നത്. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നിങ്ങൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാനിക് ആകരുത്, അതായത് ടെൻഷൻ ആകരുത്. ടെൻഷൻ ആകാതെ വാഹനത്തിലുള്ള ആൾക്കാരെല്ലാം സേഫ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക. ഇതാണ് ഫസ്റ്റ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, വാഹനത്തിൻ്റെ ഒരു ഫോട്ടോ, അതായത് എത്രയും പെട്ടെന്ന് ആ ഇടിച്ച സാഹചര്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്തോണം വാഹനത്തിന് ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. ഇറങ്ങാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആരുടെയെങ്കിലും ഒരു ഹെൽപ്പോ വല്ലതൊക്കെ തേടുക. ഇറങ്ങാൻ പറ്റിയാൽ ഇറങ്ങിയ ഉടനെ തന്നെ ഈ വാഹനത്തിൻ്റെ ഫോട്ടോസ് എടുക്കണം. വേറെ ഒന്നും നോക്കണ്ട, ഓടിച്ചെന്നതിൻ്റെ ഫോട്ടോസ് എടുത്തിരിക്കണം. അതായത് നമ്മുടെ വാഹനത്തിൽ വേറൊരു വാഹനം വന്ന് ഇടിച്ചതാണെങ്കിലും നമ്മുടെ വാഹനം ചെന്നിടിച്ചതാണെങ്കിലും എന്ത് കണ്ടീഷനാണെങ്കിലും ആദ്യം ഒരു ഫോട്ടോ വേണം. കാരണം ഫോട്ടോ ഒരു പ്രൂഫാണ്. ഇത് നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിനൊക്കെ കഴിഞ്ഞും വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, വാഹനത്തിലൊരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടു നോക്കുക. ബോട്ട്സ് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ബ്രാൻഡാണ് ഡാഷ്ബോർഡിൻ്റെ ക്യാം. ഒരു ഡാഷ് ക്യാം നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുക. ഇപ്പോൾ തന്നെ അതിന് 1000 രൂപയുടെ ഡിസ്കൗണ്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, പോലീസിനെ ഇൻഫോം ചെയ്യുക. എന്ത് കാരണം ആയിക്കോട്ടെ, നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണോ, ഇനിയിപ്പം നമുക്കറിയാതെ സംഭവിച്ചതാണോ, അതോ വേറൊരാൾ വന്ന് ഇടിച്ചതാണെങ്കിലും പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിത് പോലീസിനെ ഇൻഫോം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നാളെ ഇത് കറങ്ങി തിരിച്ച് നമ്മുടെ ഭാഗത്ത് വരും. ഇനി നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണെങ്കിലും പേടിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെല്ലാം കറക്റ്റാണ്. നമ്മളറിയാതെ ഉറങ്ങിപ്പോയതാണെങ്കിലും ഒരു പ്രശ്നവും വരാനില്ല. ഉടനെ തന്നെ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഇതിന് ശേഷം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ, അതായത് ഫോട്ടോ എടുത്തു, ബാക്കിയുള്ള എല്ലാവരും സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തി, നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കി എല്ലാവരും സേഫാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് കൺഫേം ആയതിനു ശേഷം പോലീസിനെ ഇൻഫോം ചെയ്യുക. പോലീസിനെ ഇൻഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, പോലീസ് വന്ന് കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം ഈ വാഹനം തിരിച്ച് നമ്മുടെ സ്ഥലത്തോട്ട്, അതായത് പലപ്പോഴും നമ്മൾ ഒരുപാട് ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ള ഷോറൂംസിൽ കൊടുക്കും. ഇനി അത് ഓപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തം സ്ഥലത്തോട്ട്, അതായത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരം പരിചയമുള്ള ഷോറൂമിൽ തന്നെ സർവീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് തിരിച്ച് ഈ വാഹനം കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് ക്രെയിൻ സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ക്രെയിൻ സർവീസിൻ്റെ ഒരു നമ്പറൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല, അത് ചെയ്ത് ഈ വാഹനം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഷോറൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തോട്ട് കൊണ്ടുചെല്ലാൻ നോക്കുക. ഇതെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണ്. ഇതിലൊന്നും വലിയ താമസം കാര്യങ്ങളൊന്നും വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറപ്പായിട്ട് മനസ്സിൽ വെച്ചോണം. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക.